ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ബിസിനസ്സിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിൽ ഇടാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അഡ്വർടൈസിങ് പർപ്പസിനൊക്കെ ആയിട്ട് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് എല്ലാവർക്കും ക്യാൻവയാണ്. കാരണം എത്ര ഡിസൈനിങ് സ്കിൽ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും ടെക്നിക്കൽ സ്കില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ഡിസൈൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ക്യാൻവ എന്ന് പറയുന്നത്. കാരണം ക്യാൻവയിൽ ഒരുപാട് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ജസ്റ്റ് നമുക്ക് വേണ്ട ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഇമേജസ് മാത്രം അല്ലെങ്കിൽ ഒരു കളർ മാത്രം മാറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ പോസ്റ്റേഴ്സ് വീഡിയോസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ക്യാൻവ എന്ന് പറയുന്നത്. ക്യാൻവ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ 199 200 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്ന ക്യാൻവേൻ്റെ ടൂൾസ് വാങ്ങാതിരിക്കുക. പലപ്പോഴും പലതും ഫ്രോഡുകളാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്യാൻവയുടെ പ്രൊവേഷൻ വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യാം. ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മന്ത്ലി ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 500 രൂപയും ഇയർലി പ്ലാൻ എടുക്കുന്നെങ്കിൽ 4000 രൂപയും മാത്രമാണ് വരുന്നത്. സോ എപ്പോഴും മാക്സിമം ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഒഫീഷ്യലായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതാകുന്ന സമയത്ത് ക്യാൻവയിൽ നിന്നുള്ള ഡയറക്റ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. എന്തെങ്കിലും ഇഷ്യൂസ് വരാമെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രോ തന്നെ എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഫ്രീ ടൂളിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ബെറ്റർ ആയിട്ട് ടെംപ്ലേറ്റ്സും ബെറ്റർ ആയിട്ടുള്ള എലമെൻസും കാര്യങ്ങളൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രോ വേർഷനിലേക്ക് പോയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ വേർഷനിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നല്ല നല്ല ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻവ യൂസ് ചെയ്ത് എങ്ങനെ നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസിന് വേണ്ടിയിട്ടുള്ള കവർ ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ക്യാൻവ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ ക്രിയേറ്റ് എ ഡിസൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് എ ഡിസൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ കസ്റ്റം സൈസിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വിഡ്ത്തും ഹൈറ്റും ചോദിക്കും. വിഡ്ത്ത് 1080 ഹൈറ്റ് 1920 കൊടുക്കാം. ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ഡിസൈൻ ചെയ്തതിൽ കൊടുത്തതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഓൾറെഡി വന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വിഡ്ത്ത് 1080 ഹൈറ്റ് 1920 യൂണിറ്റ്സ് പിക്സൽ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്ത് വരും. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ഇതേപോലെ ഗ്രിഡ് കാണിച്ചെന്ന് വരില്ല, ഈ ഒരു ഓപ്ഷൻ കാണിച്ചെന്ന് വരില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയലിൽ വന്നതിന് ശേഷം ഇവിടെ സെറ്റിങ്സിൽ ഷോ റൂളേഴ്സ് ആൻഡ് ഗൈഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ വന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് ഷോ റൂളേഴ്സ് ആൻഡ് ഗൈഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എലമെന്റ്സ് വന്നതിന് ശേഷം ഒരു സ്ക്വയർ ഷേപ്പ് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, സ്ക്വയർ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം അത് ഇവിടെ നിങ്ങൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കൊണ്ടുവെക്കുക. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവച്ചതിന് ശേഷം ഇവിടെ ഈ ഒരു 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാം. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പൊസിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പൊസിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ പൊസിഷൻ്റെ ഓപ്ഷൻസ് വരും. അവിടെ വിഡ്ത്ത് എന്നുള്ളത് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് 390 എന്ന് പറഞ്ഞു കൊടുക്കുക. 390 എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ 390 ഇവിടെ ക്രിയേറ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നേരെ ഇവിടെ താഴെ ഇവിടെ കൊണ്ടുവെക്കുക. ഓക്കെ, ഇപ്പം മെയിൻ സ്റ്റെപ്പ്. ഇനി ഇവിടെ നിന്നൊരു റൂളർ എടുക്കുക. അതിനുശേഷം നേരെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഇതിൻ്റെ ഈ താഴെ കൊണ്ടുവെക്കുക. അതിനുശേഷം വീണ്ടും ഒരു ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴേക്ക് കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ തൊട്ട് മുകളിൽ കൊണ്ടുവെക്കുക. ഓക്കെ, സെലക്ട് ചെയ്ത് ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്ക്വയറും നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു 108 കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കലി അത് ഡിക്റ്റേറ്റ് ചെയ്യും. ഡിക്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടില്ല, അതൊരു ഡിക്റ്റേറ്റ് ചെയ്യുന്നു സ്ക്വയർ ആയിട്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് വിട്ടേക്കും. ശേഷം അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഒന്നുകൂടി വലിക്കുക. നേരെ ഇപ്പുറം കൊണ്ടുവച്ചിട്ട് അല്ല ഒരു 972 എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡിക്റ്റേറ്റ് ചെയ്യും. പെർഫെക്റ്റ് സ്പേസ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് വിട്ടേക്കുക. ഇനി എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഫയലിൽ വരിക. ഫയലിൽ വന്നതിന് ശേഷം സെറ്റിങ്സിൽ വരിക. നിങ്ങൾ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ലോക്ക് ഗൈഡ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു ഡിസൈൻ്റെ ഈ ഒരു സെൻറ്ററിലുള്ള സ്ക്വയറിൻ്റെ ഉള്ളിലാണ് നിങ്ങളെ മെയിൻ ടെക്സ്റ്റ് കാര്യങ്ങളെല്ലാം വരേണ്ടത്. അപ്പോൾ ആ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യും. ഇപ്പം ഞാനിവിടെ കൊടുക്കുക
ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊടുത്തു. അതിനുശേഷം ഒരു എലമെൻറ്റ്സ് എന്തെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു എലമെൻറ്റ്സ് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എലമെൻറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ഈ രീതിയിൽ ജസ്റ്റ് ഇതേ രീതിയിൽ കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും പരമാവധി അതിൻ്റെ ഒരു എന്താ പറയുക ലൈറ്റ് കളേഴ്സ് കൊടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഡാർക്ക് കളേഴ്സ് കൊടുക്കാതെ ലൈറ്റ് കളേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് ശരിക്കും ഈ ഒരു നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അതായത് നമ്മളെ റീൽസിന് വേണ്ടിയിട്ട് കവർ ഇമേജസ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇപ്പം അത് ചെറുതായിട്ട് ഗ്രിഡായിട്ട് കാണുന്ന സമയത്ത് പോലും പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു എന്താണ് നിങ്ങളുടെ ആ ഒരു വീഡിയോയിലെ കണ്ടന്റ് എന്നുള്ള ടൈറ്റിൽ കറക്റ്റായിട്ട് ക്രോപ്പായി പോകാതെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.